ഞാൻ അച്ഛനോട് മിണ്ടൂല്ല. അച്ഛൻ എത്ര നാളായി കുഞ്ഞുങ്ങളെ കാണാൻ വന്നിട്ട്. ഞാൻ അച്ഛനോട് പിണക്കുവാ. അച്ഛന് പണിത്തിരക്കായോണ്ടല്ലേ മോളെ. അച്ഛൻ മോക്ക് എന്താ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നെന്ന് നോക്കിയേ. ഹായ് എന്റെ പൊന്നച്ഛൻ. ചേട്ടൻ എന്തിനാ ആവശ്യമില്ലാതെ പൈസ കളയുന്നേ? ആരല്ലടി, നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ. ചേട്ടൻ ഇനി കുറച്ചു ദിവസം ഉണ്ടാവില്ലേ ഇവിടെ? ഇല്ലടി, ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോകും. നിന്നെയും മോളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എനിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ ഒട്ടും കഴിയുന്നില്ലടി. പിന്നെ നമ്മുടെ കഷ്ടപ്പാട് ഓർക്കുമ്പോളാ. സാരമില്ല ഏട്ടാ, ചേട്ടൻ എന്റെ മോളുടെ കാര്യം ആലോചിച്ച് ഒന്നും വിഷമിക്കണ്ട. അത് ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. അച്ഛാ, എനിക്കൊരു കഥ പറഞ്ഞു തരൂ അച്ഛാ? പിന്നെന്താ, അച്ഛൻ പറഞ്ഞു തരാലോ. വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൻ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലൊക്കും വെറ്റിലച്ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. മോളെ, അച്ഛന് പണിക്ക് പോകാൻ നേരായി. അച്ഛൻ പോയിട്ട് അടുത്ത ആഴ്ച വരാം. വേണ്ട അച്ഛാ, പോവണ്ട. ഞാൻ അച്ഛനെ വിടൂല. കരയില്ല മോളെ, അച്ഛൻ പോയിട്ട് വേഗം വരും. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ. പുലർച്ചെ 1 മണിക്ക് മുണ്ടക്കൈ ടൗണിലാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത്. മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. വലിയ ദുരന്തം എന്ന് ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട്. ഈ കുട്ടിനെ ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ.
അണ്ണനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണും വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ട് നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ. അയ്യോ അയ്യോ സാറേ 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 ഇവിടെയായിരുന്നു സാറേ എന്റെ വീടുണ്ടായിരുന്നത്. സാറേ എന്റെ ഭാര്യയും കുഞ്ഞുണ്ടായിരുന്നു സാറേ അതിനകത്ത്. സാറേ അവരെ കണ്ടോ സാറേ? എന്റെ ഭാര്യയെ എന്റെ കുഞ്ഞിനെ കണ്ടോ സാറേ? സാറേ അവിടെ എവിടെയാ സാറേ? ചേട്ടാ ആരെങ്കിലും കണ്ടോ ചേട്ടാ? അയ്യോ ഞാൻ എവിടെ അന്വേഷിക്കും? ഞാൻ ആരോട് ചോദിക്കും? അയ്യോ അയ്യോ അയ്യോ. മോളെ 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 അയ്യോ അയ്യോ മോളെ എന്റെ പൊന്നു മോളെ പൊന്നു മോളെ മോളെ എന്റെ പൊന്നു മോളെ. മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച ഒരു 5 വയസ്സുകാരിയുണ്ട് മേപ്പാടി ചെമ്പോത്തറയിൽ. മുണ്ടക്കൈ പള്ളിക്ക് സമീപത്ത് മണ്ണിൽ നിന്നാണ് പിറ്റേന്ന് അവളെ കണ്ടത്. അമ്മ എവിടെ അച്ഛാ? എനിക്ക് അമ്മേനെ കാണണം അച്ഛാ. അമ്മ എവിടെ അച്ഛാ? അച്ഛാ അച്ഛാ. കണ്ടോ നാട്ടാരെ, കണ്ടോ എൻ നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതിക്കാലെ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ. കഞ്ഞി കുടിക്കാണ്ട് പഴങ്കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലെ പോയതാണ്. മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർക്കാലെ പോയതാണ്. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, ഉണ്ണിടമ്മ ഇതെങ്ങോ പോയി. ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എന്റെ പൂങ്കാവിതെങ്ങോ പോയി. കർക്കിടകപ്പെയ്ത്തിൽ പെരുവെള്ളമൊഴുകിപ്പോ ഉണ്ണിടമ്മ ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എന്റെ പൂങ്കാവിതെങ്ങോ പോയി. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എന്റെ പൂങ്കാവിതെങ്ങോ പോയി. എന്റെ പൂങ്കാവിതെങ്ങോ പോയി. എന്റെ പൂങ്കാവിതെങ്ങോ പോയി. ഉയരാ